ഇടുക്കി കുമളിയിൽ അയ്യപ്പ ഭക്തരോട് വനം വകുപ്പിന്റെ ക്രൂരത. കുമളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വനം വകുപ്പ് തടഞ്ഞു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കുന്ന താൽക്കാലിക ശൗചാലയങ്ങളുടെ പ്രവർത്തനമാണ് തടഞ്ഞത്. കരാറുകാരന്റെ വാഹനങ്ങളും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഇവരുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ശൗചാലയങ്ങളടക്കമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് ഈ വനം വകുപ്പ് തടഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണം? നിലവിലെ സാഹചര്യവും എന്താണ്? വനംവകുപ്പിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലത്ത് മറ്റൊരു ഏജൻസിക്ക്, അതായത് കുമളി ഗ്രാമപഞ്ചായത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല, അതിന് വേണ്ട ഒരു നിയമം അനുശാസിക്കുന്നില്ല എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും വനംവകുപ്പ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് JCB ഉപയോഗിച്ച് മണ്ണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാൻ കുമളി ഗ്രാമപഞ്ചായത്ത് അവിടെ നേതൃത്വം നൽകിയത്. പക്ഷേ അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വനഭൂമിയിൽ നടത്തണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമാണ്. ആ അനുമതിയൊന്നും ഇല്ലാതെയാണ് വനംവകുപ്പ് കുമളി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് എന്നുള്ളൊരു വാദമാണ് എന്തായാലും വനംവകുപ്പ് മുമ്പോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ ഈ ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുമളിയിലും പഞ്ചായത്തിലുമാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നത്. ഇതിന്റെ പ്രധാനമായും ഈ കുമളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് ഫണ്ടുകൾ നൽകാനാകില്ല, അല്ലെങ്കിൽ ഫണ്ടുകൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താനാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ, സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകുകയും ഇത് പ്രകാരം ഈ കുമളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് വനംവകുപ്പ് ചെയ്യുകയും കരാറുകാരൻ ഉൾപ്പെടെ വാഹനങ്ങൾ ഈ വനംവകുപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളത്. സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.